കിഡ്സിൻ്റെ ക്രിക്കറ്റ് പ്ലേ ഗ്രൗണ്ട് നമുക്ക് കാണാം. ഗേറ്റ് തുറക്കുക. വിളക്കകത്ത് 3 തലകൾ കാണും. അതാണ് നമ്മളെ ബൗളർ. ഇവിടെ ബൗളർ ബാറ്റ്സ്മാൻ എന്നൊന്നുമില്ല, എല്ലാവരും ഓൾറൗണ്ടറാണ്. അത് ഇന്നൊരു ഓൾറൗണ്ടർ. ഹായ് ഉണ്ണി. ഇല്ല, ഓക്കെ, വെയിറ്റ് ചെയ്യൂ. ഇപ്പം 90s കിഡ്സ് നിങ്ങൾ സ്റ്റെമ്പ് ഒന്ന് കാണിച്ചു തരാമോ? ഇത് വന്ന് തെർമോക്കോൾ അല്ലേ? കണ്ട പാവം അപ്ഡേറ്റഡ് ആവാത്ത 90s കിഡ്സ്. ബോൾ എവിടെ? ബോൾ എന്തിനു? ബോള് റോക്ക് മറ്റേ ഇതല്ലേ, കോർക്കല്ലേ? കാണിക്കുണ്ണി. കണ്ട കാലിൽപ്പെട്ട കാലി പൊട്ടിപ്പോവും അങ്ങനെ. നമ്മളെ കീപ്പർ ഇതോ ഇവിടെ നിൽക്കുന്നു. സോറി, കീപ്പർ അല്ല, ഫീൽഡിൽ നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കണോ? ഞാനല്ല, ചേട്ടൻ. കാണുന്നുണ്ടോ? തുണീൻ്റെ ഇടയിലാണ് ഇവരെ, അറിഞ്ഞൂടാ, തുണീൻ്റെ ഇടയിലാണ് ഇവര് എന്തോന്ന് പ്ലേയിങ് സ്പോട്ട്. തുണിയുണ്ട്, കുറച്ച് തെങ്ങുണ്ട്, വാഴ ഉണ്ട്. ബോൾ സ്പീഡ് അടിച്ച് വിട്ടാൽ ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഇപ്പുറത്ത് വീട്ടിൽ പോവും. ഒരു ജനൽ എന്തായാലും ഉടയും, കൺഫേം. ഓ, ബോൾ പറക്കുന്നു. നമ്മളെ ബാറ്റ്സ്മാൻ മാറി. ബാറ്റ്സ്മാൻ കറക്റ്റ് സ്റ്റെമ്പിൽ നോക്കി നമ്മളെ ബൗളർ ഉണ്ണിക്കുട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത ബാറ്റ്സ്മാൻ പോകുന്നു. പിന്നെ ഞാൻ കൊല്ലോ? രണ്ടെണ്ണം ഒന്നും എടുക്കാതെ വിടണോ? ഓ, ഈ ബാറ്റ്സ്മാൻ ഒന്നും അടിക്കണില്ല, ഫുള്ള എല്ലാ ബോളും വിട്ടു പോണു. എന്തുവാടേ? നോ, ഇവിടെ നിൽക്കണ എൻ്റെ ജീവിതത്തിന് എന്തിന് ഗ്യാരണ്ടി ഇല്ല, വാരണ്ടിയും ഇല്ല. ഇവിടെ ബാറ്റ്സ്മാനും കൊള്ളൂല, ബൗളറും കൊള്ളൂല. ഒരാൾക്ക് അറിഞ്ഞൂടാ. ഉണ്ണി വന്നിട്ട് ഔട്ടാക്കി വിടാ. ഉണ്ണി, നീ എന്നെ നിന്റെ ബോളിംഗ് നിനക്കൊള്ള കറക്റ്റ് സ്റ്റെമ്പ് നോക്കിയിടണ. ഓ, വന്നിട്ട് ഇത്രയും നേരമായിട്ട് ഫസ്റ്റ് ബോൾ അടിച്ചിട്ടുണ്ട്. സ്റ്റെമ്പ് ഓട്ടോമാറ്റിക്കാ താഴെ വീഴുന്നു. നിങ്ങൾക്ക് മട്ട വെട്ടി സ്റ്റെമ്പാക്കി കൂടായിരുന്നാ? എന്തുവാ 90s കിഡ്സ്? അപ്പുറത്തൊരു കിണറും ഉണ്ട്, വാഴ ഉണ്ട്, വാഴയിൽ കൊല ഉണ്ട്, കുറച്ച് ചാക്കുണ്ട്. നമ്മളെ ബൗളർ വന്ന് പുതിയ ടെക്നിക്ക് എടുക്കാൻ പോയാണ്. കറക്കി ബോൾ ഇടണു. അത് നമ്മളെ ബാറ്റ്സ്മാൻ അടിച്ചു. ഇല്ല, ഉണ്ണി കിട്ടില്ല. ഈ 2 വലിയ മരത്ത തുണി മാറ്റാൻ പറഞ്ഞാലേ. ഗായ്സ്, നമ്മളെ ബോൾ അപ്പുറത്തെ വീട്ടിൻ്റെ അകത്ത് പോയി ഗായ്സ്. അപ്പുറത്തെ വീട് നമ്മളെ വലിയ വീടായാലും സാധനത്തിന് ഡാമേജ് വന്നാൽ നമുക്ക് പോയി നോക്കാം ഗായ്സ്. മീൻചട്ടി വല്ലതും പൊട്ടിച്ചിട്ടാണ് അറിഞ്ഞൂടാ ഗായ്സ്, അറിഞ്ഞൂടാ ഗായ്സ്. ബോൾ ഇട്ടത് ഒരാൾ, ബാറ്റ് അടിച്ചത് ഒരാൾ. പക്ഷേ നമ്മൾ പാവം ഉണ്ണിക്കുട്ടനെ അവരെടുക്കാൻ പറയണം. കാരണം വലിയ മരത്തിൽ നിന്ന് ചണ്ടോടിയിട്ടാൽ ഉണ്ണിക്ക് കിട്ടും. വീട്ടിൽ നിന്ന് അപ്പുറത്ത് വീട്ടിൽ നമ്മൾ ബോൾ കിട്ടി ഗായ്സ്. വലിയമ്മ ചില്ല ഹാൻഡിൽ ചെയ്തു. ഞാൻ ആദ്യമേ പറഞ്ഞ ഈ ബാറ്ററും ബോളറും ശരിയല്ല. ബാറ്ററി എൻ്റെ തലക്കിട്ട് അടിക്കാൻ നോക്കണു, ബൗളർ അപ്പുറത്തെ വീട് ഡാമേജ് ആക്കണു. നമുക്കിത് പ്രോമോയിലിടാം. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ റിസ്കിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കുറച്ച് ഈ സ്പോട്ട് കൊള്ളാം, നമുക്ക് ഡാമേജ് അത്രയ്ക്കാ വരില്ല.
ഉണ്ണി. ആ, നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാവ്, ഇത് അപ്പുറത്തിരിക്കുന്നത് കുറച്ച് വിറവ് പെരയൊക്കെയാണ്. കണ്ടോ, പാരമ്പര്യ വിറവ് പെര. ഗായ്സ്, എന്റെ ചേട്ടൻ വീണ്ടും ഔട്ടായി ഗായ്സ്. പക്ഷെ എനിക്കത് പിടിക്കാൻ പറ്റിയില്ല ഗായ്സ്. രണ്ടിന് മിസ്സായി പോയല്ലോ. ഇനി ഉണ്ണി ഇനി നോക്കിക്കോ. ഉണ്ണി ഔട്ടാവണതെങ്കിലും ഞാൻ ക്യാച്ച് റെക്കോർഡ് ചെയ്യും. ഉണ്ണിക്ക് ബൗളിടാൻ വേണ്ടി ആര് പോകുന്നു? അജേഷ് ചക്രവർത്തി പോകുന്നു. ഉണ്ണി ഫസ്റ്റ് ബോളെ ഹിറ്റ് ചെയ്തു. വെളയിലെ ഓണർ അങ്ങോട്ട് വരെയാണ്. ഇവരെ തെങ്ങും പൊട്ടിയാ അകത്ത് പോയോ. അപ്പുറത്തെ വീട്ടിൻ്റെ അകത്ത് പോയോ. ഓണർ ഓഫ് ദ വിള എല്ലാം നോക്കിക്കൊണ്ട് പോവുകയാണ് ഗൈസ്. എന്തുവാ ഇത്? അപ്പുറത്തെ വീട്ടിൻ്റെ അകത്ത് ബോള് പോയി. വീണ്ടും ഇവര് ഉണ്ണിയെ പറഞ്ഞു വിടുമോന്ന് നോക്കാം. ഉണ്ണിയെ വീണ്ടും ഇവര് പറഞ്ഞു വിടുകയാണ്. ഇതൊക്കെ ബോളും എടുത്തിട്ട് വിളയിക്കകത്ത് നിന്ന് നമ്മളെ ഉണ്ണിക്കുട്ടൻ ഓടി വരുന്നു. ഉണ്ണിക്ക് ബാറ്റ് ബോളും കൈമാറുന്നു. അടുത്ത ഉണ്ണിയിൽ അടുത്ത മാച്ച്. ഇവിടെയാണ് എൻ്റെ സേഫസ്റ്റ് പോയിന്റ്. നമുക്ക് നമ്മൾ അടുത്ത പ്ലെയർ ഒന്ന് സ്റ്റെമ്പൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ബൗളർ ഉണ്ണി വന്ന് എറിയണു. ഉണ്ണി നോക്കി എറിയ. ഉണ്ണി, ഞാൻ അപ്പനെ പറഞ്ഞില്ലേ ഈ ബാറ്റ്സ്മാൻ ശരിയല്ല. ഞാൻ വല്ല കിണറ്റിന്റെ ബാക്കിൽ പോയി നിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. അല്ലെങ്കിൽ തെങ്ങിൻ്റെ അവിടെ വാഴയുടെ ഇടയിൽ നിൽക്കാം. അടിച്ചു. നമ്മൾ രാഹുൽ കൃഷ്ണൻ ബാറ്റ്സ്മാൻ അടിച്ചു. ഉണ്ണി മിസ് ചെയ്തു ഒരു ക്യാച്ച്. എന്തുവാണ് ചുമ്മാ അല്ലേ ഇരിക്കണ, അത് പിടിച്ചുകൂടായിരുന്നു. നമ്മളെ സ്പോട്ടൊക്കെ നിങ്ങൾ നോക്കണം ഗൈസ്. ഇത് എല്ലാ അടുപ്പിലും പോകാൻ വേണ്ടിയുള്ള വിറവാണ്. അത് വെറ്റല ഇലയാണ്. നമ്മളെ പ്ലേയേഴ്സ് ഇവിടെ നിന്നേ കളിക്കുകയുള്ളൂ. ഷിറ്റ്, എഗൈൻ ഒന്ന് മിസ്സായി. ഉണ്ണി നേരത്തെ നീ ഒരു ഇത് അടിച്ചിട്ടില്ലേ ഉണ്ണി? സ്റ്റമ്പിൽ പടയായിരുന്നു. അതേ വലിയ മീൻ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി വെച്ചോ. അടുത്ത ഉണ്ണി എറിയുന്നുണ്ട്. ഉണ്ണിയില്ല. രാഹുൽ കൃഷ്ണന്റെ കാല് പോയു ഗായ്സ്. നടുമുട്ടി പോയു ഗായ്സ്. ഇനി രാത്രി പോയി എൻ്റെ അടുത്ത് എണ്ണ ഇട്ട് തരാൻ പറയും ഗായ്സ്. എന്തുവാടേ ഫുൾ ബ്ലോപ്പേഴ്സ് തന്നെ. ഇതിൽ കണ്ടന്റ് ഇല്ല. ഞാൻ ആഡിയോടെ ഇടും. ഇതിന് എഡിറ്റിംഗ് ഒന്നും ഇല്ല. സ്ട്രെയിറ്റ് ആയിടും. ഒരു ഔട്ട് കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ കണ്ടന്റ് ഇന്ന് പോവുമായിരുന്നു. പക്ഷെ ഔട്ട് ആവണില്ല ആരും. ഉണ്ണി കേട്ടില്ല. ഇല്ല, ഉണ്ണിയിൽ ഔട്ട് മാത്രം തന്നെ കിട്ടിയ. മനുൻ്റെ അത് മിസ്സായോ. ഉണ്ണിയിലൊരു നല്ല ഷോട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഉണ്ണി സ്റ്റമ്പ് നോക്കി ഒന്ന്. ഉണ്ണി നോ. നമ്മൾ ഒരു പ്ലെയർ വന്ന് ഇപ്പം തന്നെ വേറൊരിടത്ത് കളിക്കാൻ വേണ്ടി പോയിരുന്നു. അല്ലെങ്കിൽ അവനെ നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യായിരുന്നു. എൻ്റെ തലയിലായിരിക്കും. ഈ കീപ്പറല്ല, അവൻ്റെ പേരൊന്ന് ഫീൽഡർ വന്ന് ശരിയല്ല. സേഫ് സോണിൽ ഇരുന്ന് അങ്ങനെ ഇരിക്കുകയാണ്. നിനക്കൊരു നൈസ് ക്യാച്ച് മിസ് ചെയ്തു. പക്ഷെ അത് ക്യാപ്ചർ ആയാന്ന് എനിക്ക് അറിഞ്ഞൂടാ.
ഞങ്ങൾ നമ്മളെ കളിയെ മതിയാക്കിയിട്ട് പോവുകയാണ്. വീണ്ടും സീസൺ 2 കാണാം. ഓ നമ്മൾ ചേട്ടാ ഒരു എടുത്തു, ബാറ്റ് എടുത്തു. അപ്ഡേറ്റഡ് 90s കിഡ്സാണ്. എന്തുവാടേ നമ്മൾ ഇന്നൊരു ഓൾറൗണ്ടർ ഫോൺ എടുക്കാൻ പോകുന്നു വെറുപ്പരക്കകത്ത്. ഓക്കെ, ഇനി അടുത്തത് എപ്പം? ബൈ പറ ഉണ്ണി. ബൈ. ഞങ്ങൾ പോവും ഇപ്പോൾ. എല്ലാവരും ടാറ്റ പറയൂ. ഓക്കെ, ഞാൻ ഇത് അപ്ലോഡ് ചെയ്ത് നിനക്ക് ലിങ്ക് അയച്ചു തരാം. ബൈ ഗൈസ്.